നമസ്കാരം. എല്ലാ ജീവജാലങ്ങളുടെയും വളർച്ചയും ഘടനയും പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള ജനിതക വിവരങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂക്ലിക് അമ്ലമാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതായത് DNA. ജീവന്റെ ചുരുളുകൾ എന്നറിയപ്പെടുന്ന DNA ജീനുകൾ ഖണ്ഡങ്ങളായിട്ടാണ് പാരമ്പര്യ സ്വഭാവങ്ങൾ കൈമാറുന്നത്. 1953 ഏപ്രിൽ 25-നാണ് ഫ്രാൻസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ എന്നിവർ ചേർന്ന് DNAയുടെ ഇരട്ട ഫെലിക്സ് രൂപം വിശദീകരിച്ച് ശാസ്ത്രലേഖനം പ്രസിദ്ധീകരിച്ചത്. നേച്ചർ എന്ന ഗവേഷണ മാസികയുടെ 171-ാം വാല്യത്തിലായിരുന്നു DNA ഘടനയെ പറ്റിയുള്ള പുത്തൻ അറിവുകൾ നിരത്തിവെച്ചത്. DNA ഘടനയുടെ ഏതാണ്ടൊരു പൂർണ്ണരൂപം നൽകുന്നതിൽ വാട്സണും ക്രിക്കുമാണ് വിജയിച്ചതെങ്കിലും ഈ രംഗത്തെ ഗവേഷണങ്ങളിലൂടെ ഭാഗിക വിജയം നേടിയ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കൂടിയുണ്ട്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിനസ്, റൈമണ്ട് ഗ്ലോസിംഗ്, ലീനസ് പോളിംഗ്, അലക്സ് സ്ട്രോക്സ്, ബെർട്ടിൻ ജേക്കബ്സൺ എന്നിവരുടെ സംഭാവനകൾ വിലപ്പെട്ടവയാണ്. DNAയുടെ കണ്ടെത്തലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആഗോള ആഘോഷമാണ് DNA ഡേ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. നന്ദി, നമസ്കാരം.